നമസ്കാരം കൂട്ടുകാരെ, നമുക്കിന്നൊരു ചിക്കൻ കറി ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമുക്ക് ആദ്യം സവാള ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ കറിവേപ്പിലയും പച്ചമുളകും ഇട്ട് കൊടുത്തിട്ട് വഴറ്റാം. അതിലേക്ക് നമുക്ക് തക്കാളിയും വെളുത്തുള്ളി ഇഞ്ചിയും ഉണ്ട്, അതിടാം. അതിട്ട് അത് വഴറ്റാം. വഴറ്റ് കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർക്കാം. ഇതിനകത്ത് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല ഉണ്ട്, എന്തെങ്കിലും ചിക്കൻ്റെ മസാല ഉണ്ട്, അതും ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ഇതിലിടാം. ഇത് നല്ലപോലെ ഇളക്കണം, കൂട്ടി യോജിപ്പിക്കുക എല്ലാം കൂടെ. നമുക്ക് എന്നിട്ട് ആ പൊടി ഒന്ന് നല്ലപോലെ ചൂടാവും. മസാല തക്കാളിയൊക്കെ നല്ലപോലെ പിടിക്കണം. അതുവരെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇത് ഞാൻ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. കുറച്ച് നേരമായിട്ട് ചേർത്ത് പൊടികൾ ചൂടായി കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് ചിക്കൻ ഇടാം. പൊടി ചൂടാവട്ടെ, ചെറുതായിട്ട് ഇളക്കി കൊടുക്കണം. വെള്ളം നോക്കും. ഇനി നമുക്ക് അതിലേക്ക് ചിക്കൻ ഇടാം. ചിക്കൻ വെള്ളമൊന്നും ചേർത്തിട്ടില്ല, മസാല പുരട്ടി വെച്ചേക്കുന്ന ചിക്കനാണ് കേട്ടോ. ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് അടച്ചു വെച്ച് സിമ്മിൽ വയ്ക്കുമ്പോൾ തന്നെ അത് വെള്ളം അതിൻ്റെ കൂടെ തന്നെ വരും. വെള്ളത്തിൻ്റെ ആവശ്യമില്ല. എല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ച് ചേർത്ത് വയ്ക്കുക. ഉപ്പ് ഞാൻ കുറച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് നമുക്ക് ഇതിനകത്ത് ഉപ്പിടേണ്ടി വരും. കുറച്ച് ഞാൻ ഉപ്പിട്ടതാണ്, ഉള്ളി മൂപ്പിക്കാനൊക്കെ കുറച്ച് ഉപ്പിട്ടതാണ്. ഇനി കുറച്ച് ഉപ്പ് നമുക്ക് ഇതിനകത്ത് ഇടാം. നോക്കിയിട്ടാണ് എല്ലാവരും ഇടാൻ, കാരണം ഉപ്പല്ല എല്ലാവരുടെയും അളവ് ചിലപ്പോൾ കുറച്ചൊക്കെ മതി. അതനുസരിച്ച് ഉപ്പിടുക. എല്ലാവരും മസാല എല്ലാം ചേർത്ത് ഇങ്ങനെ നമ്മൾ ചേർത്ത് വെച്ചിട്ട് അടപ്പ് വെച്ചടച്ച് സിമ്മിലിട്ട് വേവിക്കാം. അത് അതിന് തന്നെ വെള്ളം കൂടി വന്നിട്ട് ആ വെള്ളത്തിലിരുന്നായി അച്ചി വെന്ത് വരും. നമുക്ക് ചിക്കൻ കറി ഞാനിവിടെ ഉണ്ടാക്കി കഴിഞ്ഞു. ഉപ്പ് നോക്കട്ടെ, ഉപ്പൊക്കെ പാകത്തിലാണ്. നന്നായിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഉപ്പ് നോക്കുക. എൻ്റെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. എൻ്റെ ചിക്കൻ കറി ഉണ്ടാക്കിയത് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. വീണ്ടും കാണാം നല്ലൊരു വീഡിയോയിലൂടെ.